everyone, welcome back to our channel A Pinch of Love by Lakshmi. അപ്പോൾ നമ്മുടെ എന്താവോ എന്തോ എന്ന സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് എടുത്തിട്ടുണ്ട്. സോ ആദ്യം അത് പോയി കാണണേ. അപ്പോൾ ഡേ 1 നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് സക്സസ് ആയിട്ട് പോയി. അപ്പോൾ ഇന്ന് ഡേ 2 നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ഇടയ്ക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു റെസിപ്പിയാണ്. അതാണ് ഹോം മെയ്ഡ് പിസ്സ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, സക്സസ് ആവോ അതോ ഫ്ലോപ്പ് ആവോ ഒന്നും അറിയില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസ് ഹോം മെയ്ഡ് പിസ്സ. നമ്മളിവിടെ ചെറിയ ചൂടുവെള്ളം ജാറിലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ഇച്ചിരി തേനും കൂടി ഒഴിച്ച് ഇത് മിക്സ് ആക്കി ഇത് വെച്ചേക്കാം കേട്ടോ. ഇത് നമ്മുടെ മൈദ മാവിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇളക്കി നോക്കും. കൊമള വരുന്ന ഈസ്റ്റിന് നമ്മുടെ വെള്ളത്തിൽ ഇത് കണ്ട കൊമ്മളകൾ വരുന്നുണ്ട്, കണ്ടോ? അപ്പം ഇങ്ങനെ കൊമ്മളകൾ വരുന്നത് കണ്ടാൽ നമ്മുടെ ഈസ്റ്റ് നല്ല ഈസ്റ്റ് എന്നാണ് ഗൂഗിൾ അമ്മായി പറഞ്ഞത്. കണ്ടോ? അതേ കണ്ട, നല്ല കള്ളിൻ്റെ മണട്ടോ ഈ വെള്ളത്തിന്, അല്ലേ? നല്ല കള്ളിൻ്റെ മണം. ഇനി ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അടുത്ത നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കലക്കി വെച്ചേക്കുന്ന ഈസ്റ്റും പഞ്ചസാരയൊക്കെ ഇട്ട് വെള്ളം ഒഴിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏട്ടൻ ഒരു തികഞ്ഞ പ്രൊഫഷണൽ ഷെഫായി മാറിയിരിക്കുകയാണ്. ഇനി ഒരു നനഞ്ഞ തുണിയും കൊണ്ട് ഇതുപോലെ മൂടി വെക്കണം. നമ്മുടെ മാവ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് വേണം ഒരു 3-4 മണിക്കൂർ വെക്കണം എന്നാണ് ഞാൻ കേട്ടേക്കണം. നമുക്ക് നോക്കാം എത്ര നേരം വേണം ഇത് പൊന്തി വരാൻ വേണ്ടിയിട്ടെന്ന്. നമ്മുടെ പിസ്സ അവിടെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 4-5 മണിക്കൂർ ഞങ്ങൾ വച്ചിട്ടുണ്ട്. ഇപ്പം ശരിക്കും നല്ല രീതിയിൽ അത് പൊന്തി വന്നിട്ടുണ്ട്. ഇത്തിരി മൈദപ്പൊടി ഇട്ടിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. നമ്മുടെ പിസ്സയുടെ ഡൗ എങ്ങനെ പിസ്സ ഇരിക്കുന്നത് വെച്ചാൽ ആ ഷേപ്പിൽ നമ്മളൊന്ന് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കുക. ഞങ്ങളൊരു വെറൈറ്റിക്ക് ഈ പ്രാവശ്യം സർക്കിൾ പിസ്സ വേണ്ടെന്ന് വെച്ച് ഞങ്ങളിപ്പോൾ റെക്റ്റാങ്കിൾ പിസ്സയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഞങ്ങൾ സലാമി ഇതുപോലെ വട്ടത്തിലരിഞ്ഞ്, ഇതാണ് സലാമി സാധനം. ഇത് നമ്മൾ വട്ടത്തിലരിഞ്ഞ് ഇങ്ങനെ വച്ചിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ സോസേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോസേജ് ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് വെക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചിക്കനോ ബീഫോ എന്താ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിക്കനൊക്കെ ആണെങ്കിൽ വേവിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വേവിക്കുക. എന്നിട്ട് വറുത്തിട്ട് നമുക്കിതുപോലെ ഇതിൻ്റെ മുകളിൽ വെക്കാം. ഇപ്പം ഇത് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് നമ്മളിത് വെച്ചതാട്ടോ. ഇത് നമ്മുടെ
പിസയ്ക്ക് ഇടുന്ന സോസാണ്. ഇത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വീട്ടിലുണ്ടാക്കാം ഈ സോസ്. അതായത് നമ്മുടെ വെളുത്തുള്ളി, തക്കാളി, സവാള ഒക്കെ ഇട്ട് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതും കൂടി ഇട്ട് ഇളക്കി നന്നായിട്ട് ആവുമ്പോൾ നമുക്കതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് പേസ്റ്റ് ആക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് അത് ഒഴിക്കാം. ഇതിപ്പോൾ നമ്മളിൽ റെഡിമെയ്ഡായിട്ട് ഇവിടെ ഇരുന്നത് കൊണ്ട് നമ്മളത് ഇട്ടതാട്ടോ. നമ്മളിപ്പോൾ ഇതിലേക്ക് ഒലീവ്സ് ഇടാണ്. ഒലീവ്സ് ഇല്ലാത്തവർ ഇടണം എന്നില്ല. നമുക്കിതിലേക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം. നമുക്ക് തക്കാളി വട്ടത്തിൽ അരിഞ്ഞിടാം, ക്യാപ്സിക്കം ഇടാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒനിയൻ ഇഷ്ടമുള്ളവർക്ക് ഒനിയൻ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും വേണമെങ്കിലും നമുക്ക് ഇടാവുന്നതാണ്. ഞങ്ങളിവിടെ ഇവിടെ ഇരുന്ന കുറച്ച് ബീഫിൻ്റെ പീസസും കൂടി വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ച് വച്ചേക്കണ ബീഫിൻ്റെ പീസസാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇടാണ്. മൊസറല്ല ചീസ് ഇട്ടാൽ നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കുള്ളൂ നമ്മുടെ പിസ്സ. നമ്മൾ ഓവൻ ഒരു 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ഓവൻ്റെ പ്ലേറ്റിൽ അതാ നമ്മുടെ പിസ്സ വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എടുത്തോണോ? നമ്മുടെ ചൂട് പിസ്സ റെഡി ആയിട്ടുണ്ട്. മൊസറല്ല ചീസ് വെച്ചുകൊണ്ട് നല്ല വലിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ പിസ്സ. ഞങ്ങൾ ചെറിയ ചെറിയ കഷ്ണമാക്കി മുറിക്കാണ് കഴിക്കാൻ പാകത്തിന്. Yummy. പിസ്സ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൗണ്ട് ഷേപ്പ് കിട്ടിയില്ല, റെക്ടാങ്കിൾ ഷേപ്പ് കിട്ടിയെന്ന് മാത്രം പ്രശ്നമുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പിസ്സ ഉണ്ടാക്കിയതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പരത്തി വന്നപ്പോൾ അത് സർക്കിൾ ആവാണ്ട് അത് റെക്റ്റാങ്കിൾ ആയിപ്പോയി എന്നുള്ളൂ. പക്ഷെ ടേസ്റ്റ് വൈസ് ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പിസ്സേൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരുന്നു. ആ സോസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഡേ 2 വലിയ പ്രശ്നമില്ലാണ്ട് സക്സസ് ആയി തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ